പത്തനംതിട്ടയിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു വാർത്തയിലേക്കാണ്. പാറ ഖനനത്തിന് അനുമതി നിഷേധിക്കപ്പെട്ട ക്വാറിയുടെ പ്രവർത്തനം പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് CPIM-ൽ പൊട്ടിത്തെറി. ക്വാറി പ്രവർത്തിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത ട്രേഡ് യൂണിയൻ നടത്തിയ പ്രതിഷേധ യോഗം CPIM സംസ്ഥാന കമ്മിറ്റി അംഗം രാജു എബ്രഹാം ഉദ്ഘാടനം ചെയ്തതാണ് ഒരു വിഭാഗത്തെ ചൊടിപ്പിച്ചത്. ക്വാറി സ്ഥിതി ചെയ്യുന്ന പ്രമാടം ഗ്രാമപഞ്ചായത്തിലെ വള്ളിക്കോട് കോട്ടയത്ത് 4 ബ്രാഞ്ച് സെക്രട്ടറിമാരും 47 ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളും പാർട്ടി പ്രവർത്തനം നിർത്തിവെച്ചതായി കാണിച്ച് ലോക്കൽ കമ്മിറ്റിക്ക് രാജിക്കത്ത് നൽകി. പത്തനംതിട്ട പ്രമാടം ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡ് വള്ളിക്കോട് കോട്ടയത്താണ് 6 ഹെക്ടർ സ്ഥലത്ത് പാറഖനനം നടന്നിരുന്നത്. MS/J&S ഗ്രാനൈറ്റ്സ് കമ്പനിക്കാണ് പാറഖനനത്തിന് ലീസ് അനുവദിച്ചിരുന്നത്. ലീസ് അനുവദിച്ചതിൽ ഉൾപ്പെട്ട സ്വകാര്യ സർവേ നമ്പറുകൾ അസൈൻഡ് ലാൻഡാണെന്ന് ആരോപിച്ച് പ്രദേശവാസി ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ സമർപ്പിച്ചിരുന്നു. തുടർന്ന് മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പ് ഡയറക്ടർ ക്വാറിക്ക് അനുവദിച്ചിരുന്ന ക്വാറിയിങ് ലീസ് റദ്ദു ചെയ്തു. ഇതേ ക്വാറി തുറന്നു പ്രവർത്തിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത തൊഴിലാളി യൂണിയൻ സ്ഥലത്ത് പ്രതിഷേധ യോഗം നടത്തിയതാണ് 4 CPIM ബ്രാഞ്ച് കമ്മിറ്റികളിലെ അംഗങ്ങളുടെ എതിർപ്പിനിടയാക്കിയത്. പാറഖനനം വീണ്ടും ആരംഭിച്ചാൽ പ്രദേശവാസികളുടെ കടുത്ത എതിർപ്പുണ്ടാകുമെന്നും ജനങ്ങൾക്കിടയിൽ പാർട്ടി പ്രവർത്തനം അസാധ്യമാകുമെന്നും CPIM ബ്രാഞ്ച് കമ്മിറ്റി അംഗം ജയകുമാർ S പറഞ്ഞു. ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളുടെ വിയോജിപ്പ് മേൽഘടകത്തെ അറിയിച്ചതായും ജയകുമാർ വ്യക്തമാക്കി. ഓരോ ബ്രാഞ്ചുകളും പ്രത്യേകമായ കമ്മിറ്റി കൂടി ഞങ്ങളുടെ ഘടകങ്ങളെ അറിയിച്ചതാണ്. ഇത് വരാൻ പാടില്ല, ഇത് ജനങ്ങളെതിരാവും. കാരണം നാളെ ഇവിടെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ഞങ്ങളാണ്. ഇത്രയും കാലം പ്രവർത്തിച്ചത് ഞങ്ങളാണ്, നാളെ പ്രവർത്തിക്കേണ്ടത് ഞങ്ങളാണ്. സ്ഥലത്ത് പാറഖനനം പുനരാരംഭിക്കാൻ അനുവദിക്കില്ലെന്ന് ഗ്രാമരക്ഷാ സമിതി അംഗം സുജിത്ത് പറഞ്ഞു. ഇവിടെ ഈ പറയുന്ന പരിസ്ഥിതിയിൽ ഈ പറഞ്ഞ 85 ഡിഗ്രി ചരിവുള്ള ഈ പാറയിൽ ഇനിയും ഖനനം പറ്റില്ല. അതിനുള്ള ടെക്നിക്കൽ ഗ്രൗണ്ട് ഞങ്ങളുടെ നിയമോപദേശമായിട്ട് കിട്ടിയിട്ടുണ്ട്. പാറഖനനം നിർത്തിവെച്ചതോടെ തൊഴിലാളികൾക്ക് തൊഴിൽ ഇല്ലാതായതായും പാറഖനനം പുനരാരംഭിക്കണമെന്നും മോട്ടോർ തൊഴിലാളി യൂണിയൻ CITU കൊടുമൺ ഏരിയ ട്രഷറർ അശോക് കുമാർ, തൊഴിലാളികൾ എന്നിവർ പറഞ്ഞു. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് തൊഴിൽ വേണം. ഞങ്ങൾ ഈ ഒരു കൃഷി കൊണ്ട് ജീവിക്കുന്ന വ്യക്തികളാണ്. ഞങ്ങളൊരു 150 കുടുംബം, 150 പേരല്ല 150 കുടുംബങ്ങളാണ് കഴിയുന്നത്. അതേസമയം മൈനിംഗ് ആൻഡ് ജിയോളജി ഡയറക്ടർ ക്വാറിക്ക് ലീസ് അനുവദിച്ചിരിക്കുന്ന 10 സർവേ നമ്പറുകളിൽ 4 റീസർവേ നമ്പറുകളിലുള്ള വസ്തുക്കളിൽ മാത്രമാണ് അസൈൻഡ് ലാൻഡാണെന്ന് തർക്കമുള്ളതെന്നും ബാക്കി സർവേ നമ്പറുകളിലുള്ള വസ്തുക്കളിൽ പാറഖനനം നടത്താൻ അനുയോജ്യമാണെന്ന് കാണുന്നതായും വ്യവസായ വകുപ്പിന്റെ ഉത്തരവിൽ പറയുന്നു. തർക്കമുള്ള 4 സർവേ നമ്പറുകളിലുള്ള ഭൂമിയിൽ കൂടി ഖനനത്തിന് അനുമതി നൽകാനാണ് വ്യവസായ വകുപ്പിന്റെ നീക്കം. പത്തനംതിട്ട പ്രമാടം ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡിൽ ഉൾപ്പെട്ട ഈ പ്രവർത്തനം നിർത്തിവെച്ച പാറമട വീണ്ടും പ്രവർത്തനം ആരംഭിക്കാനുള്ള ശ്രമത്തെ ഏതു വിധേനയും തടയും എന്നാണ് ഗ്രാമരക്ഷാ സമിതി പറയുന്നത്. അതേസമയം നിരവധി തൊഴിലാളികൾക്ക് തൊഴിൽ ലഭിക്കേണ്ട ഒരു സാഹചര്യം ഇവിടെയുണ്ടെന്നും ഈ പാറമട പ്രവർത്തിക്കാത്തതുകൊണ്ട് തൊഴിൽ നഷ്ടപ്പെട്ടു എന്നുമാണ് സംയുക്ത ട്രേഡ് യൂണിയൻ പറയുന്നത്. അതേസമയം തന്നെ CPIM-ന്റെ പ്രാദേശിക വിഭാഗത്തിലും കടുത്ത എതിർപ്പ് ഈ പാറമട വീണ്ടും പ്രവർത്തിപ്പിക്കുന്നതിനുള്ള നീക്കത്തിനെതിരെ ഉണ്ടായിട്ടുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.